hello, good morning, welcome to my channel. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ദീപാവലിക്കുള്ള തലേ ദിവസമാണ്. നമ്മൾ 2 ഡേയ്സിൻ്റെ വ്ളോഗാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇന്നിപ്പോൾ സൺഡേ ആണ്. ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവാണ്. അപ്പോൾ അതിനുള്ള രാവിലെ ബ്രൊക്കോളിനും പിന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് ക്യാപ്സിക്കം കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ സോസേജ് ഫ്രൈ ചെയ്യുവാണ്, പോർക്ക് സോസേജ്. പിന്നെ ബോയിൽഡ് എഗ്ഗ് അത് റോസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ചപ്പാത്തി, ഡാൽ. ഇതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് എന്നാന്നുള്ളത് അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് ക്യാപ്സിക്കവും ബ്രൊക്കോളിനും. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഞാൻ സോയാ സോസും കുറച്ച് ചില്ലി സോസും ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചല്പം സോൾട്ട്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ കൂടെ ഇതാണ് സോസേജും കൂടെ ആഡ് ചെയ്യും. അല്ല, ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് കുറച്ച് എല്ലാവരും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ സോസേജ് ഫ്രൈ ചെയ്യുവാണ്. കുക്ക് സോസേജാണ് വിത്ത് കുറച്ച് സോയാ സോസും അല്പം സോൾട്ടും. ബിക്കോസ് ബേബീസിനും കൂടെ ഇത് കഴിക്കാനുള്ള കാരണം നമ്മൾ ഒത്തിരി സ്പൈസ് ആക്കത്തില്ല. ജസ്റ്റ് ലൈറ്റായിട്ടുള്ള സോയാ സോസ്, ലൈറ്റായിട്ട് സോൾട്ടും കൂടെ. പെപ്പർ പൗഡർ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ അവർക്ക് ഒത്തിരി ഇപ്പോൾ എരിവ് കൊടുക്കാത്ത കാരണം അതവർ യൂസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ എഗ്ഗ് ഫ്രൈ ആണ്, എഗ്ഗ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതിനുള്ള കംപ്ലീറ്റ് മസാലാസ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എഗ്ഗ് റോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡാളാണ്. ഡാൾ വിത്ത് ചപ്പാത്തിയാണ്. ഡാൾ റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. ഇനി ചപ്പാത്തി മാത്രം റെഡിയാണുള്ളത്. അപ്പോൾ ചപ്പാത്തി ഒരു ചേച്ചി ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിലേക്ക് പോയി. അവർ 2 months കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി മിസ് ചെയ്തു, മോളെ മിസ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അവർ പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വന്നു. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഒരാളെ നമുക്ക് കിട്ടി. എനിവേ പുള്ളിക്കകത്ത് നല്ലൊരു ഇതാണ്, കുഴപ്പമില്ല. അപ്പോൾ ചപ്പാത്തി എന്തായാലും നമുക്ക് നോക്കാം. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചേച്ചി എന്നാ ചെയ്യുന്നേ? വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നാ മോനെ മതിയോ? തന്നെന്താ പുറത്ത് ചെയ്യുന്നേ? ചപ്പാത്തി റെഡി ആയോ ചേച്ചി? ഇവിടെ ഉച്ചക്കത്തേക്കുള്ള ഉരുളക്കിഴങ്ങും ഇത് ചൂട് ടിഷ്യൂ പേപ്പറാണ്. ചിലതിന് മൂടിയുടെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉരുളക്കിഴങ്ങും ചെമ്മീനും മുരിങ്ങാക്കയും കൂടെ വേകുന്നു. അതൊരു മസാലക്കറി ഉണ്ടാക്കാനാണ്. ചോറും പരിപ്പും. കുക്കി മാംഗോ ഇന്ന് അവർക്ക് കുളിക്കുന്ന ദിവസമാണ്. എല്ലാവരും എവിടെയാണത്? എൻ്റെ പുറകെ തന്നെ ഉണ്ട് എല്ലാവരും. കുക്കി മാംഗോ ലക്കി. നമുക്ക് എല്ലാവർക്കും കുളിക്കാം, എല്ലാവർക്കും കുളിക്കാം. വേഗം എല്ലാവരും പോയിക്കോ, റെഡി ആയിക്കോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കുക എല്ലാവരും. ഇന്ന് കുക്കി മാംഗോ ലക്കീനെ കുളിപ്പിക്കുന്ന ദിവസമാണ്. ബിക്കോസ് ദീപാവലി ആയിരുന്നു. നമ്മൾ കുളിപ്പിച്ച് അവരെ റെഡിയാക്കണം. ഇത് രണ്ടും എഴുന്നേറ്റിട്ട് കിടക്കുന്നു. നോക്കി മൊബൈലും കണ്ട് കിടക്കുക. എനിക്കാണെങ്കിൽ മൊബൈൽ കാണുന്നതേ ഇഷ്ടമല്ല. അപ്പം എടുത്ത് മാറ്റി വയ്ക്കും. രാജുക്കുട്ട വാട്ട് ആർ യു ഡൂയിങ്? കേട്ടോ, മൊബൈൽ എന്ന് പറഞ്ഞാൽ അപ്പം എടുത്ത് മാറ്റി വയ്ക്കും. ആൻഡി വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് പറ. മൊബൈൽ കണ്ടിരിക്കുക. മിനിമം എന്നാ പറഞ്ഞെന്നറിയോ? രജനി മാമും മീനു മാമും പറഞ്ഞ് നോ മൊബൈൽ, നോ മൊബൈൽ. തന്നെ മൊബൈൽ നമ്മുടെ കയ്യിൽ തന്നെ. ഞാൻ മാമിനെ വിളിക്കാൻ പോവാ. താ ഇങ്ങോട്ട് താ. എന്ത് ഒളിച്ച് കാണിക്കണം? ഒളിക്കാൻ പാടില്ല. മമ്മക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒളിച്ച് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓ ക്ഷീണം.
അപ്പോൾ അയാളെ കണ്ടപ്പോൾ ഇയാളും കാണിക്കുന്നു ഷീന. ജോർജ് കുട്ടന് ഷീന. ഓ ബാബാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബാ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ആൻ്റണിയും ലക്കിയും ഭയങ്കര ഫ്രണ്ട്സാണ്. ആൻ്റണി എവിടെ കിടക്കുന്നു അവിടെ പോയി ലക്കി കിടക്കും. ലക്കിയുടെ ഫ്രണ്ടാണോ ആൻ്റണി? അന്നി എവിടെ? അന്നി പറ. ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ദീപാവലി ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബേബീസിനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോവാണ്. സ്കൂളിൽ വിട്ട ശേഷം ഇവരെ പിക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഓ വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തു പോകും. അതിനിടയിൽ ഞങ്ങളൊന്ന് കറങ്ങാൻ പോകും. ചിലപ്പോൾ കറങ്ങും, ചിലപ്പോൾ ഇവരെ പിക്ക് ചെയ്ത് കറങ്ങും. ഓക്കെ, അപ്പോൾ എന്താണ് പരിപാടി എന്നുള്ളത് പോകുമ്പോൾ. അപ്പോൾ ഹാപ്പി ദിവാലി പറഞ്ഞേ. ഹാപ്പി ദിവാലി പറ. ഹാപ്പി ദിവാലി. ഓക്കെ. ഹായ്. അപ്പോൾ നമ്മുടെ ബേബീസിൻ്റെ ഇന്ന് ദിവാലി ഫെസ്റ്റിവലാണ്. ദിവാലിക്ക് വേണ്ടിയിട്ട് അവർ ക്ലാസ്സിൽ പോവുകയാണ്. ദിസ് ഇസ് ദ അറ്റയർ. ദിവാലി അറ്റയറാണ്. എവിടെ ആൻ്റണി ഇറങ്ങി നിന്നേ നോക്കട്ടെ. മമ്മ ഇറങ്ങി നിന്നേ. ആൻ്റണി ജോർജി ഇറങ്ങി നിന്നേ. രണ്ടുപേരും സ്ട്രെയിറ്റ് ആയിട്ട് നിന്നേ. ഒരുമിച്ച് നിന്നേ നോക്കട്ടെ. ഒരുമിച്ച് നിന്നേ. സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വാവ്, നൈസ് ഡ്രസ്. വാവ്. ആൻ്റണി ജോർജി ദിവാലി. ഹാപ്പി ദിവാലി പറഞ്ഞേ. ഹാപ്പി ദിവാലി പറഞ്ഞേ. ദിവാലി. യെസ്. ക്രാക്കേഴ്സ് കണ്ട. ഹാപ്പി ദിവാലി പറഞ്ഞേ. ഹാപ്പി ദിവാലി പറഞ്ഞേ. ആൻ്റണി ജോർജി ഹാപ്പി ദിവാലി പറഞ്ഞേ. ഓക്കെ, കണ്ണട വെച്ചേ. ഓക്കെ, ഗോഗിൾസ് വെച്ച് അവർ ഹാപ്പി ദിവാലി. സ്കൂളിൽ പോവാ. പറഞ്ഞ് കാറിലേക്ക് കയറിക്കോ. രണ്ടുപേരും കാറിലേക്ക് കയറിക്കേ. വാ പറ. അന്നി ഹാപ്പി പറഞ്ഞേ. പറ. ഓക്കെ, ഹാപ്പി ദിവാലി. അന്നി ജോർജി ഓക്കെ, ഹാപ്പി ദിവാലി. ഹായ് മാം. കുറെ നാളായി മാം. ജോർജി ആരെന്ന്? എങ്ങനെ രാമൻ എങ്ങനെ നിൽക്കണ്ടേ? ഇങ്ങനെ. ഓക്കെ. ഹു ആർ യു ആക്ടിങ് ആസ്? പറഞ്ഞേ. രാമൻ പറഞ്ഞേ.
അപ്പം നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഹായ്, നൈസ് ഡ്രസ്. അപ്പം ഞാൻ കുട്ടൻ എവിടെ, ജോർജി കുട്ടൻ എവിടെ? വേർ ഇസ് ജോർജി? ജോർജി കുറച്ച് ജോർജിയുടെ ഡ്രസ്സ് ഒന്ന് കാണിച്ചെന്നേ നോക്കട്ടെ. ജോർജി കമൻ സ്റ്റാൻഡ് ചെയ്യാ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി, അത് കഴിഞ്ഞ് ബേബീസിനെ പിക്ക് ചെയ്ത് വി ആർ ഗോയിങ് ഔട്ട്. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറിയിട്ട് ഞങ്ങൾ ഡോണ്ട് ഡു ദാറ്റ്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഡോണ്ട് ഡു എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡു, ക്ലോസ് യുവർ മൗത്ത്. അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് നമ്മളിങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങുവാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താണ് ഏതാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പ്ലാനിങ് വളരെ കുറവാണ്. അപ്പോൾ നടക്കുന്ന വിധത്തിൽ നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഹാപ്പി ദിവാലി ടു എവറി വൺ. ഓക്കെ, ബൈ ബൈ, സീ യു വെർ വി ആർ ഗോയിങ്. ഞാനിവിടെ മിയാസിൽ വന്നാണിന്ന്. അതിന്റെ വൈറ്റ് കളറും ഉണ്ട് കേട്ടോ. അറിയില്ല, മിയാസ് പിന്നെ ഹക്കോബയുടെ ഇതൊക്കെ പുതിയ കളക്ഷനാണ്. ഇന്നലെ വന്നാണ് കോട്ടന്റെ. ഇത് കളർ ചേഞ്ച് ആണ്. ഇത് 1350. Listen, I know I'm disrupting your music and I'm really sorry, but I promise I'll be just a Pritzi. I'm Arya, host of Desi Gang Podcast. And I'm Ishwarya. And all you want to do is listen to this open just music. ഞാൻ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എക്സസൈസ് തരാം. എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. Waiting to be heard by you. ഈ ഒരു പാറ്റേൺ ഒക്കെ ബ്ലാക്കിനെ കെട്ടി വൈറ്റ് ആവല്ല അല്ലേ? ഇതാണ്. അതൊരു സ്ലീവ്ലെസ് ഇന്നറും ഓവർകോട്ടും വരുന്നതാണ്. സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ അതിന് 1990 യൂസ് ചെയ്യണം. എക്സൽ സൈസ് ആണ്. മാറ്റി വെക്കണം. ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. സിവിക് ആവുമ്പോഴേക്കും വരും. ഷൂട്ടോ?
നമുക്ക് ഓരോ കളക്ഷൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സൈറ്റിലും ഉണ്ടല്ലോ. ഡാൻസ് നമ്മളുടെ അന്ന് കപ്താൻ ഡ്രാമ എടുത്തത് കുറേയില്ലായിരുന്നു. ഇത് ഓഫ് വൈറ്റിലെ പുതിയ ഓഫ് ആയിട്ടുണ്ട്. ഇത് ഓഫ് വൈറ്റിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ ഇങ്ങനെ ജീൻസിന്റെ കൂടെ അതെ തന്നെയാണ്. ഫുൾ സെറ്റ് ഉണ്ട്. അതുപോലെ കൂടെ വരുന്നത് ക്രീമിന്റെ അവിടെ സാരി ഇഷ്ടമുള്ളത് നല്ല അറേഞ്ച്മെന്റ് ആണ്. ഇതിന്റെ സെറ്റ് ആണ്. അതെ മാം, സൽവാർ സെറ്റ് ആണ്. ഫുൾ സെറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ബില്ല് ഏൽപ്പിച്ചിട്ട് തന്നാൽ മതി. ഇതെന്താ സെറ്റ് ആണ്. ആ സെറ്റ് തന്നെയാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഇൻഹൗസ് പ്രൊഡക്റ്റ് അല്ല. ഇതിലും ഫുൾ സെറ്റ് ഞാൻ കളർ നോക്കി. ആ. നല്ല രസമുണ്ട്. ബോട്ടം കൂടെ നല്ല രസമല്ലേ. ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം മാത്രമല്ല, ഷോളില്ല. ഷോളില്ല. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഇത് ഷോളും കൂടെ ഉള്ളതാണ്. അത് ഉണ്ട്. അതെ ഫംഗ്ഷൻ. ഇതൊക്കെ അതേപോലെ തന്നെ ഫംഗ്ഷൻ പറ്റിയ ആണ്. നമുക്ക് സാരീസ്. അവിടെ സാരീസ് ഉണ്ട്. സാരീസിന്റെ കളക്ഷൻ വേണമെങ്കിൽ സാരീസ് ഇവിടെ ഷീറ്റ് മെറ്റീരിയൽ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ബ്ലാക്കിന്റെ കൂടെ നല്ല രസം.
ലോങ് ഇതോ 1050. എന്താണ് സാരിക്ക് 4000. അല്ല ചെറിയും കൂടി വരുമ്പോ റേറ്റ് മാറും. ഏതാ നല്ല, ഇതാണോ നല്ല അതാണോ? ഇത് 1800. 1800. ഇത് 950. അതാണ് കുറച്ചും കൂടി ഭംഗിയില്ല, അതിട്ടപ്പോ ഇതാ ഭംഗി. ഇതിന്റെ തന്നെ മെറൂണൊന്നും എടുത്ത് ഇപ്പൊ എടുത്ത കളറുണ്ട്. ഈ കളറുണ്ട്. ഇതേ വീതി ഷോൾ ഉണ്ടോ? തന്നെ ഇരിക്കുന്ന ഇത് കുറച്ചും കൂടി ചെറിയും കൂടി വരുന്നുണ്ട്. പിന്നെ ഒറിജിനൽ മറ്റേതാണ്. सेव कीजिए ऐसे ही गानों से भरी हुई प्लेलिस्ट क्यूरेटेड बाय कारवा सिलेक्ट. तो चलिए मोहम्मद रफी की आवाज में कुछ अच्छा सुनते हैं. ഫസ്റ്റ് വെച്ചിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് എനിക്ക് കണ്ട കാസറിനെക്കാളും എല്ലാത്തിനേക്കാളും അതിൻ്റെ പ്രിന്റ് നല്ല. മറ്റു ചെറുത് കാണിച്ച് സ്റ്റോള് അടിപൊളിയല്ലേ? നടന്നു നിന്ന് വന്നു. ചേച്ചി പറഞ്ഞു, ചോദിച്ചു പറഞ്ഞു. ഞാൻ പറയാം. Bada shawl. ഇത് നമ്മുടെ ചോയ്സിലെ വൈസ് പ്രിൻസിപ്പൽ റീബ മാമിൻ്റെ സൺ ഇൻ ലോയുടെ ഹോട്ടലാണിത് നമ്മൾ വന്നിരിക്കുന്നത്.
ഫിഷ് മാർക്കറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവർ ജോജി ആറിനെ അന്വേഷിക്കുക, റീബ മാം ഇല്ലല്ലോ. ദേ റീബ മാം. ഉണ്ട് ഉണ്ട്. ഇവിടെ ഇരിക്കാലോ. റീബ മാം ചോദിക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ എനിക്ക് നേരത്തെ ഇതുപോലെ ഒരു സാരി ഉണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിലൊക്കെ ചെയ്ത ഒരു സാരി ഉണ്ട്. സെയിം സാരിയുടെ ഡിസൈൻ ആണ്. ചോദിച്ചു എവിടെയാണ് റീബ മാം? നോ റീബ മാം. വരും പോയി. സോറി ബെല്ലടിക്കാം. അമ്മ മാറ്റിക്കണം. കൊടുക്ക് കൊടുക്ക്. മമ്മ പറയണ കേൾക്കാം. നീ മമ്മ ദേ മോനെ ജോജി നമുക്ക് ആവശ്യം. താങ്ക് യു. ഗുഡ് ബോയ്. അത് നമുക്കിവിടെ ജോജി അമ്മക്കല്ലേ അപ്പൊ നമ്മൾ സ്കിറ്റിന്റെ പ്ലാറ്റ്ഫോമാണ് പറഞ്ഞിരിക്കുന്നത്. പപ്പടം തരാം തരാം തരാ പിടിക്കും. ചോറിക്ക് നോക്കിയേ. ഇത് സ്ക്വിഡ് ഫ്രൈ ആണ്. ചുവന്ന ഫ്രൈ. മോനെ മമ്മ തന്നെ സമയത്ത് തന്നാൽ മതിയാ. ഇത് ഇവിടെ വെക്കണോ മോനെ? മതി മതി മതി. നമ്മൾ പ്രോൺസിൻ്റെ റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോൺസ് റോസ്റ്റ്. ഇത് റവ ഫ്രൈ ആണ്. മോനെ ഇതൊക്കെ കഴിച്ചോക്കെ. ഇതൊക്കെ കഴിച്ചോക്കെ. ഞാൻ തരാം. മോനെ ഇവിടെ ഇരിക്കും. ഡ്രസ്സിൻ്റെ കാക്കട്ടെ. ഇതൊന്ന് കഴിച്ചു നോക്കേ. രണ്ട് എക്സ്ട്രാ ഒരു 2 പപ്പടമാണ്. അതൊരു ചൈനീസ് ബട്ടർ ഗാർലിക്കാന്ന് തോന്നുന്നു. കൊള്ളാം. ഇത് പച്ച കളറുള്ള ഇത് സൂപ്പറായിട്ടുണ്ട്. പച്ച ഗ്രീൻ കളറുള്ള ഒരു സ്ക്വിഡാണ്. പ്രോൺസിന് ഉണ്ട്. ഇത് വേണം അവർക്ക്. പക്ഷെ അതിന് ടേസ്റ്റ്. ഇത് കഴിച്ചു നോക്കിയേ. ഇത് കണ്ട കുട്ടി കുട്ടി ഫിഷ്, സ്മോൾ ഫിഷ്. കടിച്ച് കഴിച്ചു നോക്കി. അവിടെ കഴിച്ച് നോക്കി. ഇങ്ങനെ കഴിച്ചു നോക്കി. ഇതേ ഉണ്ട്. ഇങ്ങനെ കഴിക്കില്ലേ. ഇത് കണ്ട. ഹായ്. ഒരു പപ്പടം തന്നെ ഇവിടെ ഞാൻ നല്ല ഈ റവ ഫ്രൈ എൻജോയ് ചെയ്യുക. ഇത് അടിപൊളിയായിട്ടുണ്ട്.
ഇതിന്റെ ടേസ്റ്റ് നല്ല. ഇത് എന്നതാ പറഞ്ഞേ? ഗീ റോസ്റ്റ്. ഇത് ഗീ റോസ്റ്റ് ആണ്. ഗീ റോസ്റ്റ്. ഇത് ഷേർവാ. പ്രോൺസിന്റെ ഗീ റോസ്റ്റ്. ഇതാണ് ഇവിടുത്തെ സിഗ്നേച്ചർ. പായസമാണോ? പായസം തരും. പായസം മാറ്റി. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പായസം കഴിക്കണ്ടേ? ജോർജി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പായസം കഴിക്കണ്ടേ? പായസം ഇപ്പോൾ കഴിക്കാൻ പാടില്ല. എന്തായാലും ആരെങ്കിലും സീ ഫുഡ് ട്രൈ ചെയ്തിട്ട് ഇവിടെ വന്ന് മാംഗ്ലൂരിയൻ സ്റ്റൈൽ സീ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും കാര്യമായിട്ട് നന്നായിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ ഫ്രൈ അങ്ങനെ കഴിക്കുന്ന ടേസ്റ്റ്, പക്ഷെ നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതിൻ്റെ പേര് സീ ഫുഡ് മാർക്കറ്റ് എന്നാണ്. രവിപുരത്ത് നിന്ന് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഫാബിൻ്റെക്ക് മുന്നേ ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. അത് കാറ് കയറി വരും. അത് ഫ്രീ ആയിട്ട് വണ്ടിയിൽ കൊണ്ട് പാർക്കിംഗ് ചെയ്യാം. നമ്മുടെ ലക്കി വണ്ടിക്കകത്തുണ്ട്. ഞാൻ ഇതാണ് കേട്ടോ എൻജോയ് ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് ആണ് സ്ക്വിഡ്. ഇത് വേണം. ആൻഡിക്ക് സ്ക്വിഡ് വേണം. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആൻഡിക്ക് ഞങ്ങൾ ട്രൈ ചെയ്തില്ല. മോനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, നല്ലതായിട്ടുണ്ട്. ചോറ് കൊടുത്തു ചേച്ചി, വാരി ചോറ് കൊടുത്തു. ചോറ് കഴിക്കാം. ഇത് വാങ്ങിച്ചു തരാം, നമ്മൾ വേറെ വാങ്ങിച്ചു തരാം, വേറെ ഓർഡർ ചെയ്യാം. ചേച്ചി ഒന്ന് പിടിച്ച് ആയിട്ട് മീൽസ് എൻജോയ് ചെയ്യുവാണ്. ഞാൻ ഇതിലും കൂടെ ഒന്ന് ട്രൈ ചെയ്യണേ. വെച്ച് തന്നെ ഫിഷ് കറിയാണ്. ചെറിയ നെത്തോലി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞ് മാങ്ങി അങ്ങനെ എന്തോ വന്നു. ആ നെത്തോലി ചാ. നല്ല തേങ്ങ അരച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചാറ്. നമുക്കിപ്പോൾ ഫിഷ് കറി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ ഉച്ചയ്ക്ക് ലഞ്ച്. അതിലോ താൻ കഴിക്കും. പപ്പടം അടിപൊളി. ഇത് പ്രോൺസ് റോസ്റ്റ് ആണ്. പല സ്ഥലത്തും തേയില വെക്കത്തില്ല, പക്ഷെ എനിക്ക് തേയില ഉള്ളതാണ് ഇഷ്ടം. ഇതാണ് സൂപ്പർ. വേണോ അത്? ഓർഡർ ചെയ്യട്ടെ? കഴിക്കോ? ജോജിക്കുട്ടിൻ്റെ പ്രോൺസ് ഭയങ്കര, അല്ല സ്ക്വിഡിൻ്റെ ഫ്രൈ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാ? ഇത് വേണോ? ഇത് വേണോ? ഇവിടെ കഴിച്ചത് വേണോ? അതെന്നാ മോനെ ഇതിൻ്റെ പേരെന്താ? എന്നാലും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. മോനെ ഇതിൻ്റെ പേരെന്താ? പെപ്പർ ഫ്രൈ. പെപ്പർ ഫ്രൈ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ഏതിലെടുക്കണം? പ്രോൺസിലെടുക്കണം, സ്ക്വിഡിലെടുക്കണം? സ്ക്വിഡിന്. കുട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? റീബ മാമിൻ്റെ ഹോട്ടൽ ഇഷ്ടപ്പെട്ടാ? അടിപൊളിയാണോ? മോനെ ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും നമ്മൾ ഒരു സ്ക്വിഡും കൂടെ ഓർഡർ ചെയ്തു. ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ടോ? നല്ലതായിട്ടുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? നല്ല അല്ലേ? നമ്മൾ ദീപാവലിയായിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് നോക്കാൻ വന്നിരിക്കുക. സ്റ്റാഫുകൾക്ക് നാളെ ദീപാവലിയായിരുന്നു. രണ്ട് ടോപ്പ് എടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബസിലിക്ക വല്ലാർപാടം. അപ്പോൾ ഹോളി മാസ് കണ്ടിട്ട് നമുക്ക് ഇനി പോകണം.
നല്ല കൊച്ചുങ്ങളായിട്ട് എല്ലാവരും വന്ന് എല്ലാവരും വന്നിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങൾ പള്ളിയിൽ വന്നതാണ്, കുർബാന കണ്ടു, പ്രാർത്ഥിച്ചു. ബേബീസ് ആൻ്റണി ജോർജ് നല്ല സൂപ്പർ ബേബീസായിട്ട് ഇരുന്ന് നമ്മൾ ഫുൾ കുർബാന കണ്ടു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒരു ചായ കുടിക്കാനാണ്. ചായ അല്ല, നമ്മൾ ചായ കുടിക്കാനാണ് പോകുന്നത്. നമ്മള് ഹയാത്തിൽ വന്നതാണ്. സൂപ്പർ. നോ 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 നോ. അപ്പൊ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? ബെൻസ് കാർ കണ്ടോ? പോഷെ കണ്ടോ? അതാണ് പോഷെ കണ്ടപ്പോ ജോർജി ജമ്പ് ചെയ്യുന്നതാ. കേറിയിട്ട് ജമ്പ് ചെയ്തേ. അത് കേറി നിന്നിട്ട് ജമ്പ് ചെയ്. ടോയ് കാർസ് ഉണ്ട് ഇവിടെ. സോ ദിസ് ഇസ് എ വ്യൂ. അവിടേക്ക് കംപ്ലീറ്റ് മണ്ണും നിങ്ങളുടെ കാലിലാവും. കംപ്ലീറ്റ് മണ്ണും കാലിലായിട്ട് ഓടല്ലേ ജോർജിക്കുട്ട, ഓടല്ലേ. വെയിറ്റ് ഫോർ മാമ. നമ്മളിത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങളെല്ലാം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ഒരു ചായ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് നമ്മൾ അതല്ല അത് വോട്ടറാണ് പോയിക്കും. ചെരുപ്പ് ഇവിടെ, ചെരുപ്പ് ഊലിയിട്ടില്ല, ചെപ്പ് കൈ കാല് ചീത്തൊക്കെ കേട്ടോ. ജസ്റ്റ് 2 റൗണ്ട്സ്. ഇതിലെ സ്റ്റെപ്പ് കയറണം, അതിൽ സ്റ്റെപ്പ് കയറണം. അതിലെ വരെ പോകണം. ആന്റി വരുന്നുണ്ട്, ധൈര്യത്തിൽ വരുന്നുണ്ട്. നോക്കി അടി അടി. ആന്റി വാ, ജോജി വാ, നോക്കട്ടെ മമ്മ നോക്കട്ടെ. ബി കെയർഫുൾ. വാ 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 ആന്റി വാ. പേടിയാണോ? അന്ന് വേണ്ട, വരണ്ട. ഇതിലേ വരുന്നേ. അതിലേ വന്നോ? ഞാൻ മമ്മ നോക്കട്ടെ. അതല്ല, അത് വാട്ടറാണത്. ഇതിലേ വാ ജോർജി, അത് വെള്ളമാണ്. നീ ഇതിലേ വാ ജോർജി, ഇതിലേ വാ. വാ വാ. അതെ ആനി വന്നി. മോനെ നേരെ വാ, അങ്ങനെ കിടക്കണ്ട. നേരെ ഇരുന്ന് വാ. കാലം നീട്ടി. ഓക്കെ, സൂപ്പർ. കയ്യിലൊക്കെ മണ്ണ് ഡ്രസ്സിൽ പറഞ്ഞു. കണ്ട ആനി വേണ്ട.
ടൈമായി. അമ്മ ഗോയിങ്, അമ്മ ഗോയിങ് ബാ. അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഒരു കോഫിയും കുടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. നേരെ ഇനി അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻ്റാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് കാണാം. കഴിക്കാം, ഞാൻ കഴിക്കാം. ഞാൻ യെസ് ഫ്ലവേഴ്സ് നല്ല ഫ്ലവേഴ്സ്. അപ്പോൾ ആദ്യം ഫോട്ടോ എടുക്കാം. ക്യാഫെയാണ്. Your destination is on the right. ചീസ് കേക്ക്. അങ്ങനെ ഇപ്പോൾ ബുലാഞ്ചേരി ആർട്ട് കാഫേയിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആട്ടോ. എൻ്റെ ആംബിയൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ്. ആയി. അപ്പോൾ നമുക്ക് മാക്ക് ആൻഡ് ചീസ് വന്നു. ആന്റണി, ഇറ്റ്സ് നോട്ട് ഫിനിഷ്, നോട്ട് ഫിനിഷ്. യാ, സീ ഫുഡ് പിസയാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്യണം. മാക്ക് ആൻഡ് ചീസ്. ഇഷ്ടപ്പെട്ടോ? നല്ല റെസ്റ്റോറൻ്റ് ആണോ? എനിക്കിഷ്ടപ്പെട്ട ആംബിയൻസ്. ഹൗസ് ഫുഡ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ദിവാലി. ഇന്ന് ദിവാലി ആയിട്ട് ഇന്ന് രാവിലെ ഞാൻ അടിപൊളി പോക്കറ്റ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഹലോ, ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി. അപ്പോൾ നമ്മൾ ദിവാലി ആയിട്ട് ഉച്ചയ്ക്ക് പുറത്തേക്ക് നമ്മൾ പോവാണ്. ഒരു ഹോട്ടൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. എവിടെയാണ് മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ദിവാലി. നമുക്ക് എങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ശരി, ഹായ്. അപ്പോൾ നമ്മുടെ ജാജിക്കുട്ട, ആനിക്കുട്ട, ഹാപ്പി ദിവാലി.
ഹാപ്പി ദീപാവലി. എവിടെ ബാക്കിലുള്ള കുഞ്ഞ് എവിടെയാ? എല്ലാരും എവിടെയാ? തല ഒന്നും കാണുന്നില്ല എല്ലാവരുടെയും. ആ ഓക്കെ, നമ്മുടെ 2 സ്റ്റാഫ്. ഓക്കെ, അപ്പൊ നമ്മള് നേരെ ഇപ്പൊ എന്താണ് കഴിക്കാനുള്ള മൂഡ്? എന്താ നിങ്ങക്ക് വേണ്ട? റൈസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഫിഷ് വേണോ, അല്ലെങ്കിൽ ബർഗർ വേണോ, അല്ലെങ്കിൽ പിസ്സ വേണോ? അന്നിക്ക് എന്താ വേണ്ടേ? ബർഗർ മതി. ബർഗർ ജങ്ക് ഫുഡാണ്. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ, ഞാൻ അവരോട് ചോദിക്കാറില്ല. എന്നാലും ഇന്ന് ദിവാളി കാരണം അവരുടെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കുന്നു. എന്നാ മോന ഞൊക്കിക്ക മാല നമ്മൾ ഈ പ്രാവശ്യം എന്നെ കാണിച്ച മോനെ കയ്യിലെന്താ കാണിച്ചേ? ഓക്കെ, ഞാൻ നോക്കട്ടെ അവരുടെ കയ്യിലെന്താ. കൊടുക്ക് ചേച്ചി. എങ്ങനെയുണ്ട് മേഡം ദിവാലി? സൂപ്പർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബിയോണ്ട് ബർഗറിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒത്തിരി നാൾക്ക് ശേഷം വന്നിരിക്കുന്നത്. അടിപൊളി. Anthony Georgica pizza. Anthony pizza. Sit. Burger. Wow. Burger. അത് മാറ്റിക്കോ. കണ്ണി കുത്തിട്ടില്ല കേട്ടോ പാവേ. ആഷ്മേ വന്നാണ്. നമ്മൾ വന്നിരിക്കുന്ന ഹോസ്റ്റലാണ്. ഹലോ, അപ്പോ ഹാപ്പി ദിവാലി. നമ്മള് 2 പേരും ജോർജി ആന്റണി ദിവാലി ആഘോഷിക്കുകയാണ്. കുട്ടി ലക്കി ചേച്ചിമാരെല്ലാവരും ഉണ്ട്. സോ നമ്മുടെ ദിവാലി ചെറിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. വേണ്ട ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഇവിടെ കയ്യിലെടുത്ത് കൊടുക്കട്ടെ. കയ്യിലേക്ക് പിടിച്ച് റൗണ്ട് കാണിച്ച്